ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. സോ ഞാൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വളരെ റഫ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നമ്മുടെ നോട്ടിലോട്ട് പോവാം. ഓക്കെ, ദാറ്റ് വിൽ ബി മോർ, അതായിരിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സുഖം. ഓക്കെ, സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റുകളെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും. എന്ത് കോൺട്രാക്റ്റുകൾ? ഫിനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റും ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റുകളെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരാൾ ക്യാഷ് തരാനുണ്ട്. ഓക്കെ, ലൈക്ക് എന്താ പറയാ, ഒരു ക്യാഷ് കിട്ടാനുണ്ട് അല്ലെങ്കിൽ ക്യാഷ്. ഓക്കെ, ക്യാഷ് ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് തരാനുള്ളത് ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ദെൻ ഫിനാൻഷ്യൽ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാഷ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ക്യാഷ് തരാനുള്ളതിന് എക്സാമ്പിൾ എടുക്കാം, ഒരു ലോൺ നോട്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനുള്ളതാണ്. സോ ദിസ് ഈസ് എൻ ഫിനാൻഷ്യൽ അസറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ലോൺ എടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട്, ലോൺ ഇഷ്യൂ ചെയ്യുന്നത് മീൻസ് എന്താണ്? നിങ്ങൾ ലോൺ കൊടുക്കുക എന്നല്ല അർത്ഥം, നിങ്ങൾ ലോൺ വാങ്ങുക എന്നുള്ളതാണ്. സോ ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യാൻ മീൻസ് നിങ്ങൾ ലോൺ വാങ്ങി, അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് എൻ ഫിനാൻഷ്യൽ ലയബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ വേറൊരു കമ്പനിയുടെ അസറ്റ്, ക്യാഷിന് ഈക്വൽ ആയിട്ടുള്ള അസറ്റുകൾ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. സോ ഇക്വിറ്റീസ്, വേറൊരു കമ്പനിയുടെ ഇക്വിറ്റീസ് വാങ്ങി വെച്ചിട്ടുണ്ടാവും. സോ ഇതിനെല്ലാം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ പെടുത്താം. പിന്നെ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾ ആണ്. ഗോട്ട് ഇറ്റ്? സോ ഒരു ക്യാഷ് സബ്സ്റ്റൻസ് ഉള്ള, ക്യാഷ് കിട്ടാനോ കൊടുക്കാനോ ഉള്ള കോൺട്രാക്റ്റുകൾ നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയാം. ഇതിനെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയാം. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? സോ ഇതെങ്ങനെ അക്കൗണ്ട് ചെയ്യും? ഓക്കെ, ഇതെങ്ങനെ അക്കൗണ്ട് ചെയ്യും? സോ ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ അസറ്റ് എങ്ങനെ അക്കൗണ്ട് ചെയ്യും? സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ ലയബിലിറ്റി എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനുണ്ട്. സോ എക്സാമ്പിൾ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എടുക്കാം. ഓക്കെ, ഒരു ഡെപ്റ്റ്, നിങ്ങളൊരു ഡെപ്റ്റ് കൊടുത്തു. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരാൾ ക്യാഷ് തരാനുണ്ട്, ഒരു ലോൺ കൊടുത്തു, നിങ്ങൾ ലോൺ ഗിവൺ. ഓക്കെ, ഈ ലോൺ കൊടുത്തത് നിങ്ങൾക്ക് രണ്ടല്ല മൂന്ന് തരത്തിൽ റെക്കഗ്നൈസ് ചെയ്യാം. ഒന്നാമത്തെ റെക്കഗ്നിഷൻ മെത്തേഡ് അമോർട്ടൈസേഷൻ മെത്തേഡ്, രണ്ടാമത്തത് ഫെയർ വാല്യൂ ത്രൂ OCI മെത്തേഡ്, ആൻഡ് മൂന്നാമത്തത് ഫെയർ വാല്യൂ ത്രൂ P&L മെത്തേഡ്. ഓക്കെ ആണോ? ഇനി ഫിനാൻഷ്യൽ ലാബിലിറ്റി ആണെങ്കിൽ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ്. അമോർട്ടൈസേഷൻ മെത്തേഡ്, രണ്ടാമത്തത് ഫെയർ വാല്യൂ ത്രൂ P&L മെത്തേഡ്. ഇതിൽ മോസ്റ്റ്ലി നമ്മളോട് ചോദിക്കാറ് ഫിനാൻഷ്യൽ ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ആണ് ചോദിക്കാറ്. ഓക്കെ, ഇതുവഴി എങ്ങനെ ചെയ്യും എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, സോ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് വഴിയാണെങ്കിൽ, ഞാൻ ആദ്യം ഫിനാൻഷ്യൽ അസറ്റ് പറയാണ് കേട്ടോ. അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു ലോൺ കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ ലോൺ കൊടുക്കുന്നത് ഒരു 4 ലാഖിന്റെ ലോണാണ്. അതിന് നിങ്ങൾ ഇൻട്രസ്റ്റ് മേടിക്കുന്നത് ഏകദേശം ഒരു ഇൻട്രസ്റ്റ് ഒരു 10% പെർ ഇയർ. ഓക്കെ, ആൻഡ് പിന്നെ നിങ്ങൾക്ക് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു 12%. ഓക്കെ, സാർ എന്താണ് ഈ നോർമൽ ഇൻട്രസ്റ്റും എഫക്റ്റീവ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ കൂപ്പൺ റേറ്റും എഫക്റ്റീവ് ഇൻട്രസ്റ്റും? എക്സാമ്പിൾ, നമ്മുടെ ബജാജിന്റെ 0% EMI പ്ലാൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതായത് നിങ്ങൾ 10,000 റുപ്പീസ് ബജാജിൽ നിന്ന് EMI എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 10,000 തിരിച്ചു കൊടുത്താൽ മതി. 0% ഇൻട്രസ്റ്റ്, റൈറ്റ്? ഇതാണ് ഇതിന്റെ കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ ബജാജിന്റെ കാർഡ് എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു 2,000 റുപ്പീസ് പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കും. ഓക്കെ, പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ 10,000 കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2,000 എക്സ്ട്രാ കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ ഈ ഒരു ലോൺ റീപേയ്മെന്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ ആദ്യം ഒരു 2,000 പ്രോസസ്സിംഗ് ഫീ കൊടുത്തു, പിന്നെ 10,000ന്റെ EMI കൊടുത്തു. ഇപ്പൊ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ചെലവാകും? 12,000 ചെലവാകും. ശരിയാണോ? 10,000 ലോൺ എടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു 10,000 അമൗണ്ടിന് ബജാജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര മേടിക്കും? 12,000 മേടിക്കും. അതായത് ഏകദേശം 20% നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാം.
അവർ പറഞ്ഞത് 0% ഇൻട്രസ്റ്റ് ആണെങ്കിലും ആ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞ് മേടിച്ചല്ലോ വേറൊരു സാധനം, അതും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അവിടെ എന്തുണ്ട്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് 20% വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എഫക്റ്റീവ്. അപ്പോൾ ഒരു കാൽക്കുലേഷനിൽ എപ്പോഴും എടുക്കേണ്ടത് എന്താണ്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇനി ശ്രദ്ധിക്കുക, അമോർട്ടൈസ്ഡ് കോസ്റ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഇനീഷ്യൽ റെക്കഗ്നിഷൻ എമൗണ്ട് ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇനീഷ്യലി എത്രയായിരിക്കും ലോൺ കാണിക്കുന്നത്, 4 lakh ആയിരിക്കും ഇനീഷ്യൽ റെക്കഗ്നിഷൻ. ഓക്കെ, ഇനീഷ്യൽ റെക്കഗ്നിഷൻ. ഇനി ഇതിന്റെ കൂടെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ആ ലോൺ കൊടുക്കുന്ന കൊല്ലത്തിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഒരു ലോൺ എന്ന് പറഞ്ഞ ലോൺ റിസീവബിൾ എന്നും പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു 4 lakh ആണ് നിങ്ങൾ ലോൺ കൊടുത്തത്, പ്ലസ് അവിടെ ഒരു 500 രൂപ എന്തെങ്കിലും പ്രോസസ്സിംഗ് ഫീയോ ട്രാൻസാക്ഷൻ ചാർജോ ബാങ്ക് നിങ്ങളുടെ അടുത്ത് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ടോട്ടൽ 4,500,000 നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. 4,500,000 റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ ആണോ? 4,500,000 റെക്കഗ്നൈസ് ചെയ്യും. 2 കേട്ടോ. 4,500,000 നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് ഇയർ എൻഡ് ആകുമ്പോൾ, ഫസ്റ്റ് ഇയറിന്റെ എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ആഡ് ചെയ്യും, ഇതിലോട്ട് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എത്രയെന്ന് ഞാൻ പറഞ്ഞ 12%. അതായത് 12% ഈ 500-നുണ്ട്, ഈ 500-നില്ല 4 lakhന്റെ പുറത്താണ് നമുക്ക് എഫക്റ്റീവ് ഇൻട്രസ്റ്റ്. സോ 4 lakh into 12% എത്ര വരും നമുക്ക് നോക്കാം. 4 lakh into 12%, 4 lakh into 12%, 48,000. ശരിയാണോ? 48,000 നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കും. ഓക്കെ, അപ്പൊ ലാബിലിറ്റി ഇൻക്രീസ് ആയി. ഇപ്പൊ ലാബിലിറ്റി എത്ര ഉണ്ടാവും, 4,48,500. എന്നിട്ട് ഇയർ എൻഡ് ആകുമ്പോൾ നമ്മുടെ കസ്റ്റമർ നമുക്ക് എന്ത് തരും, ഇൻട്രസ്റ്റ് തരും. കറക്റ്റ് ആണോ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് അവർ എത്ര പെർസെന്റേജ് വെച്ചിട്ട് ഇൻട്രസ്റ്റിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുക, 10% വെച്ചിട്ട്. ശരിയാണോ? ദാറ്റ് ഈസ് 40,000. അപ്പൊ ആ ഒരു റിസീവബിളിന്ന് എത്ര പോവും, 40,000 കുറയും. ശരിയാണോ? അപ്പൊ എത്രയായി മാറും, 4,08,500 ആയിട്ട് ലാബിലിറ്റി മാറും. ഓക്കെ, സോ ഇതിനെയാണ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പൊ ഇയർ എൻഡ് ആവുന്ന സമയത്ത്, ഇയർ എൻഡ് ആവുമ്പോൾ കമ്പനിക്ക് എത്ര ഫിനാൻഷ്യൽ അസറ്റ് കിടക്കുന്നുണ്ടാവും, 4,08,500 രൂപ ഫിനാൻഷ്യൽ അസറ്റ് കിടക്കുന്നുണ്ടാവും. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ ഇനീഷ്യൽ റെക്കഗ്നിഷന്റെ കൂടെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ എന്താ ആഡ് ചെയ്ത് കൊടുക്കുക, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് ലെസ് ചെയ്യുക, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ലെസ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് വഴി നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ സാർ അടുത്തത് ഫെയർ വാല്യൂ ത്രൂ OCIയോ? ഫെയർ വാല്യൂ ത്രൂ OCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3 മെത്തേഡും എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അമോർട്ടൈസ്ഡ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ഹോൾഡ് ചെയ്തേക്കുന്നത്, ഒരു ഫിനാൻഷ്യൽ അസറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തേക്കുന്നത് അതിന്റെ ക്യാഷ് ഫ്ലോസ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് വിൽക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ആ ഫിനാൻഷ്യൽ അസറ്റ് ഏത് വഴി റെക്കഗ്നൈസ് ചെയ്യുക, അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് വഴി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ കിട്ടണം ആൻഡ് നിങ്ങൾ നല്ലൊരു വില കിട്ടിയ സെല് ചെയ്യും. മനസ്സിലായോ? സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്യുക ഫെയർ വാല്യൂ ത്രൂ OCI വെച്ചിട്ടായിരിക്കും. ഇനി ഒരു മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് ഫെയർ വാല്യൂ ത്രൂ P&L. ഇത് നിങ്ങൾ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോയിലല്ല ഫോക്കസ്. നിങ്ങൾക്ക് നല്ല പ്രൈസ് കിട്ടിയാൽ നിങ്ങൾ മാർക്കറ്റ് വില കൂടുമ്പോൾ ഇന്ന് വില കൂടി കിട്ടി ഇന്ന് തന്നെ വെക്കും. ഇക്വിറ്റി നമ്മളെ ഈ സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ നിങ്ങൾ ഡേ ട്രേഡിങ് കണ്ടിട്ടില്ല? എന്താ ഡേ ട്രേഡിങ്ങിന്റെ പ്രത്യേകത, ഇന്ന് വാങ്ങും ഇന്ന് തന്നെ വിൽക്കും, ചിലപ്പോൾ നാളെ വിൽക്കും അല്ലെ? സോ അങ്ങനത്തെ ട്രേഡ്, അതായത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ അവര് ക്യാഷ് ഫ്ലോ അല്ല, ഇവരെന്താണ് ബൈ ആൻഡ് സെല്ലിലൂടെ വരുന്ന പ്രോഫിറ്റ് ആണ് ഇവരുടെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ആ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി, ക്യാഷ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പൊ നമ്മൾ ഏത് വഴി, ഫെയർ വാല്യൂ ത്രൂ P&L വഴിയാണ് റെക്കഗ്നൈസ് ചെയ്യുക. അപ്പൊ ഇതിൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു, എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും കാൽക്കുലേഷൻ ചെയ്യും. ഫെയർ വാല്യൂ ത്രൂ P&L-ഉം OCI-യും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഞാൻ പറഞ്ഞുതരാം. ഒറ്റ വ്യത്യാസമുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കമ്പനിയുടെ ഇക്വിറ്റി, ഓക്കെ, ഒരു കമ്പനിയുടെ ഇക്വിറ്റി നിങ്ങൾ ഒരു 1,00,000 രൂപ കൊടുത്ത് വാങ്ങി. ഓക്കെ, ഇത് നിങ്ങൾ ഇതിനെ രണ്ടാക്കാൻ ഞാൻ, ഓക്കെ, നിങ്ങളുടെ ഉദ്ദേശം, ഓക്കെ, നിങ്ങളുടെ യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇതിന്ന് ക്യാഷ് ഫ്ലോ കിട്ടണം, ഡിവിഡൻഡ് കിട്ടണം ആൻഡ് നല്ല വില കിട്ടുമ്പോൾ സെല് ചെയ്യണം എന്നാണ് വിചാരിക്കുക. ഓക്കെ,
അപ്പൊ നിങ്ങൾ ഇത് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യും? ഫെയർ വാല്യൂ ത്രൂ OCI ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഇനി അതേസമയം ഇതൊരു ക്യാഷ് ഫ്ലോ, നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ നല്ല വില കിട്ടുമ്പോൾ സെല് ചെയ്യും, ബൈ ചെയ്യും, അങ്ങനത്തെ ഒരു പരിപാടിയാണെങ്കിൽ നിങ്ങളിത് ഫെയർ വാല്യൂ ത്രൂ P&L റെക്കഗ്നൈസ് ചെയ്യും. ഇത് നിങ്ങൾ മേടിച്ച എത്രയാണ്? 1 ലക്ഷം രൂപയ്ക്കാണ്. 1 ഇയർ കഴിഞ്ഞപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,50,000 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും ജേണൽ എൻട്രി? നിങ്ങൾ ഇനീഷ്യൽ ഡേ അല്ലെങ്കിൽ ഇത് ബൈ ചെയ്തപ്പോൾ നിങ്ങൾ എന്തായിരിക്കും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക? ഡെബിറ്റ് ഫിനാൻഷ്യൽ അസെറ്റ് 1 ലക്ഷം, ക്രെഡിറ്റ് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടായിരിക്കുമല്ലോ മേടിച്ചിട്ടുണ്ടാവുക, 1 ലക്ഷം പോയി. ഓക്കെ, ഇനി ഇത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ക്യാഷ് ഫ്ലോ ആൻഡ് ആവശ്യമുള്ളപ്പോൾ സെല് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഡെബിറ്റ് ഫിനാൻഷ്യൽ അസെറ്റ് 5,000 അല്ലേ പ്രൈസ് ഇൻക്രീസ് ചെയ്തത്, എന്ത് ക്രെഡിറ്റ് ചെയ്യും? ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇവിടെ ക്യാഷ് വല്ലതും കിട്ടിയോ? ഇല്ല. ഈ 5,000 നമ്മൾ OCIയിലോട്ടാണ് കൊണ്ടുപോവുക. ഗോട്ട് ഇറ്റ്? ഇതാണ് ഫെയർ വാല്യൂ ത്രൂ OCI എന്ന് പറയുന്നത്. ഇനി അതേസമയം ഫെയർ വാല്യൂ ത്രൂ P&L ആണെങ്കിൽ ഡെബിറ്റ് ഫിനാൻഷ്യൽ അസെറ്റ് 5,000, ക്രെഡിറ്റ് SOPL 5,000. ക്ലിയർ ആണോ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? അതായത് ഇവിടെ ആണെങ്കിൽ SOPLിലോട്ട് ക്രെഡിറ്റ് ചെയ്യും, ഇവിടെയാണെങ്കിൽ OCIയിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫെയർ വാല്യൂ ത്രൂ OCIയിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതെങ്കിൽ ഈ സാധനം സെല് ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മൾ സെല് ചെയ്തിട്ടില്ല, ഇവിടെ ഒന്നും സെല് ചെയ്തിട്ടില്ല. ഓക്കെ, 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് സെല് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ OCIയിൽ കിടക്കുന്ന ഈ 5,000 ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത 5,000 ഇത് OCIയിൽ നിന്ന് എടുത്തിട്ട് P&Lലോട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ക്രെഡിറ്റ് OCI ഡെബിറ്റ് ഫിനാൻഷ്യൽ അസെറ്റ് എന്നല്ലേ ചെയ്തേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് OCI 5,000, എന്ത് ക്രെഡിറ്റ് ചെയ്യും? SOPL ക്രെഡിറ്റ് ചെയ്തിട്ട് ആ 5,000നെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? SOPLോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ ആണോ? ഗോട്ട് ഇറ്റ്? ഇനി ഫിനാൻഷ്യൽ ലാബിലിറ്റിയുടെ കേസിൽ ഇത് തന്നെയാണ്. ഫിനാൻഷ്യൽ ലാബിലിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ ലാബിലിറ്റിയുടെ കേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 മെത്തേഡാണുള്ളത്. ഞാൻ പറഞ്ഞു, ഒന്ന് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് എന്തായിരുന്നു? ഫെയർ വാല്യൂ ത്രൂ P&L, റൈറ്റ്? സോ ഇതിൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ നേരത്തെ ഇക്വേഷൻ തന്നെയാണ്. ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? ഇത് ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു മാത്രം. എന്ത് ആഡ് ചെയ്യുന്നു? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് മൈനസ് ചെയ്യും? ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇൻട്രസ്റ്റ് പെയ്ഡ്. ഗോട്ട് ഇറ്റ്? ഫെയർ വാല്യൂ ത്രൂ P&L ആണെങ്കിലോ ക്രെഡിറ്റ് SOPL മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കേട്ടോ. ആൻഡ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഫിനാൻഷ്യൽ അസറ്റിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഫിനാൻഷ്യൽ ലാബിലിറ്റിയിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? ശ്രദ്ധിച്ചു കേട്ടോ. ഫിനാൻഷ്യൽ അസറ്റിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അസറ്റ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ OCI വഴിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക? അതിന്റെ കൂടെ ആഡ് ചെയ്യാം. എന്തിന്റെ കൂടെ? നമ്മുടെ ക്യാരിയിങ് അമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യാം. ക്ലിയർ ആണോ? ഫെയർ വാല്യൂ ത്രൂ P&L ആണെങ്കിൽ SOPLിൽ അത് ജസ്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് പോകും. ഫിനാൻഷ്യൽ ലാബിലിറ്റി ആണെങ്കിൽ അമോർട്ടൈസ്ഡ് മെത്തേഡ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. ലെസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ക്യാരിയിങ് അമൗണ്ടിൽ നിന്ന്. ഓക്കെ, അതേസമയം ഫെയർ വാല്യൂ ത്രൂ P&L ആണെങ്കിൽ അതെന്തായിട്ട് കാണിക്കും? നമ്മൾ SOPLിൽ ജസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് മാത്രമേ കാണിക്കുള്ളൂ. SOFPൽ അല്ലെങ്കിൽ ക്യാരിയിങ് അമൗണ്ടിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരത്തില്ല. ക്ലിയർ ആണോ? ഗോട്ട് ഇറ്റ്? സെറ്റ് ആണോ? ഓക്കെ, സോ ഇനി നമുക്ക് നോട്ടിലോട്ട് പോവാം. അതിനെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നോട്ടിലോട്ട് പോവാം. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Any contract which give rise both financial asset or one entity and financial liability or equity instruments of another entity. So financial asset അല്ലെങ്കിൽ liability create ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പ്രൈമറി ഉണ്ട്, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്. പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് ആണ് റിസീവബിൾസ്, പേയബിൾസ്, ഇക്വിറ്റി, സെക്യൂരിറ്റീസ്. നമ്മൾ ക്യാഷ് കൊടുത്ത് വേറെ കമ്പനിയുടെ ഇക്വിറ്റീസ് മേടിക്കുക. ഡെറിവേറ്റീവ്സ് ആണ് ഓപ്ഷൻസ്, ഫോർവേഡുകൾ, ഫ്യൂച്ചേഴ്സ്, സ്വാപ്പുകൾ. ഇതൊക്കെ AFM അല്ലെങ്കിൽ FMൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിന്റെ അക്കൗണ്ടിങ് ഒന്നും നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. കറൻസി സ്വാപ്പിന്റെ ഒന്നും. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇക്വിറ്റി, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് FRൽ പഠിക്കാനുള്ളൂ കേട്ടോ. സോ ഇതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് ആക്ച്വലി 3 ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്. പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടത്, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്?
സോ പ്രസന്റേഷൻ സ്റ്റാൻഡേർഡിൽ എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്, എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി, എന്താണ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ്, വാട്ട്. ഓക്കെ, ഇവിടെയാണെങ്കിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് ഹാവ് ടു ഡിസ്ക്ലോസ്. ഇവിടെയാണെങ്കിൽ ഹൗ ടു റെക്കഗ്നൈസ് എന്നുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ സ്റ്റാൻഡേർഡുകൾ ഡിസ്കസ് ചെയ്യാൻ. സോ സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പ്രസന്റേഷൻ സ്റ്റാൻഡേർഡിൽ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റിൽ കാണിക്കേണ്ടത്, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ കാണിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിൽ കാണിക്കേണ്ടത് എന്നാണ്. ഡിസ്ക്ലോഷറിൽ ഇതുമായി ബന്ധപ്പെട്ട് നോട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കാണിക്കണമെന്നാണ് IFRS 7 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഡിസ്ക്ലോഷേഴ്സ് പറയുന്നത്. IFRS 9 വരുന്ന സമയത്ത് ഇതെല്ലാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഏതൊക്കെ അമൗണ്ട് എവിടെയൊക്കെ കാണിക്കണം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ പറയുന്നത്. സോ ജസ്റ്റ് എ തിയറി, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് മുതലാണ് ഇനി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്? ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്, അല്ലെങ്കിൽ എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ്. ഒരാളെ ക്യാഷ്, നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങാനുള്ള റൈറ്റിന് നമുക്കൊരു ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ അസറ്റ് ലാബിലിറ്റീസ് നമുക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവുന്ന രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാൻസ്ഫർ ആവുന്നതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഒരു ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ ഒരു കമ്പനിയുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർസ് നമ്മൾ മേടിച്ചു വെച്ചാൽ അതിനെയും ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാം, ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, അടുത്തത് ഫിനാൻഷ്യൽ ലയബിലിറ്റി. എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി? ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് വേറൊരാൾക്ക് ഡെലിവറി ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇക്വിറ്റി വേറൊരാളുടെ കയ്യിലുണ്ട്, നമ്മുടെ ഇക്വിറ്റി വേറെ ഒരാളുടെ കയ്യിലുണ്ട്. അത്തരം കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, വേറൊരാളുടെ ഇക്വിറ്റി നമ്മുടെ കയ്യിലായിരുന്നു, ഇത് നമ്മുടെ ഇക്വിറ്റി വേറൊരാളുടെ കയ്യിൽ, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് വേറെ ആൾക്കാരുടെ കയ്യിൽ. ഇതാണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സ്. കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലയബിലിറ്റി ഉണ്ടാവും, ഇക്വിറ്റി ഉണ്ടാവും. എക്സാമ്പിൾ കൺവേർട്ടബിൾ ലോൺ നോട്ട്സ്. ഈ കൺവേർട്ടബിൾ ലോൺ നോട്ട്സിന്റെ പ്രത്യേകത എന്താ, സംഭവം ലോൺ ആണ്, പക്ഷെ ഫ്യൂച്ചറിൽ അത് എന്തായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഇക്വിറ്റി ആയിട്ട് അത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കമ്പനിയുടെ ഇക്വിറ്റി കിട്ടും. നമ്മൾ ലോൺ കൊടുത്തേക്കുവാണെങ്കിൽ അതൊരു കൺവേർട്ടബിൾ ലോൺ നോട്ട് ആണെങ്കിൽ ഇപ്പൊ എന്താണ്, അതൊരു ലോൺ ആണ്, പക്ഷെ അത് ആ ലോൺ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അത് എന്തായി ക്യാഷ് ആയിട്ട് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ ഷെയർ ആയിട്ട് മേടിക്കാൻ പറ്റും. ശരിയാണോ? ഓക്കെ, സോ excuse me a minute. Okay, so അതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഏതൊക്കെയാണ് ഇതിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്? ഇൻവെന്ററി ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണോ? ചിന്തിച്ചു നോക്കിയ മക്കളെ, ചിന്തിക്കുക. ക്യാഷ് ഉണ്ടോ? ഇതൊന്ന് ക്യാഷ് കിട്ടാനുണ്ടോ? ഇൻവെന്ററി വിറ്റാ ക്യാഷ് കിട്ടും, അത് ശരിയാണ്, പക്ഷെ ഈ നിലവിൽ നമുക്ക് ഇതെല്ലാം ആൾക്കാർ വാങ്ങിക്കൊള്ളണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ക്യാഷ്, ഒബ്ലിഗേഷൻ ഇല്ല അവിടെ. മറ്റുള്ളവർക്ക് ഈ സാധനം വാങ്ങിക്കൊള്ളണം എന്നുള്ള പറയുന്ന ഒരു ഒബ്ലിഗേഷൻ ഇല്ല നമ്മളോട്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഈ സാധനം കൊടുത്ത് ക്യാഷ് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ടോ? റൈറ്റ് ഇല്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കും, ഇറ്റ്സ് നോട്ട് എ റൈറ്റ്, റൈറ്റ്? സോ ഇൻവെന്ററി ഒരു ഫിനാൻഷ്യൽ അസറ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓർഡിനറി ഷെയർസ്, വേറൊരു കമ്പനിയുടെ ഓർഡിനറി ഷെയർസ് നമ്മൾ പറഞ്ഞു അല്ലെ, വേറൊരു കമ്പനിയുടെ ഇക്വിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. പ്രീപേയ്മെന്റ് അല്ല. ആൻഡ് ലയബിലിറ്റി ഓഫ് ഇൻകം ടാക്സ്, നോ. ക്യാഷ് കൊടുക്കാനുള്ളതാണെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ആൻഡ് എ ഷെയർ ഓപ്ഷൻ, യെസ്. ഓക്കെ, എ ഷെയർ ഓപ്ഷൻ ഇസ് എൻ യെസ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ അസറ്റ്. സോ ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എവിടെയാണ്? SOFP-യിലാണ് നമ്മൾ അസറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുക. ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ SOFP റെക്കഗ്നൈസ് ചെയ്യണം. സോ 3 രീതിയിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. ഒന്നെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ P&L ആയിട്ട്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ OCI ആയിട്ട്, അല്ലെങ്കിൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ആയിട്ട്. ഓക്കെ, അമോർട്ടൈസ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വാല്യൂ പ്ലസ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇനീഷ്യൽ റെക്കഗ്നീഷൻ നോർമലി ഫെയർ വാല്യൂലായിരിക്കും. അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണെങ്കിൽ ലെസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക? ക്യാഷ് ഫ്ലോയും ആൻഡ് അവിടെ എന്തില്ല, സെല് ചെയ്യാനുള്ള പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നുമില്ല. ഫെയർ വാല്യൂ ത്രൂ OCI ആണെങ്കിൽ ക്യാഷ് ഫ്ലോ ഉണ്ട്, ഇനീഷ്യലി തന്നെ അത് എന്ത് ചെയ്യാനുള്ള ഇതുണ്ട്, നമുക്ക് സെല് ചെയ്യാനുള്ള ഇതുണ്ട്. ഫെയർ വാല്യൂ ത്രൂ P&L ആണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ഫ്രം ദ പ്രൈസ് ചേഞ്ചസ് എന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ ക്യാഷ് ഫ്ലോന് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഹോൾഡ് ചെയ്തേക്കുമല്ല. അങ്ങനെയാണെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ P&L ആണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കുക.
കേട്ടോ. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Explain the amount at which the loan asset should be included in the statement of financial position. ഇവിടെ എന്താ ചോദിക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ ഈ ഒരു ലോൺ അസറ്റ് എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് വായിച്ചേ, ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചേ. വായിക്കണം കേട്ടോ, എല്ലാവരും വായിച്ചു മക്കളെ. വായിച്ചോ മക്കളെ? Okay. So Johan purchased a loan asset 2 years ago for 1,20,000. എന്താ ലോൺ അസറ്റ് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ കൊടുത്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ലോണിന്റെ amount കിട്ടാനുണ്ട് അല്ലെ. The loan pays interest annually at 6% of the loan face value, which is 1,25,000. Interest ഉണ്ട് 1,25,000. Johan has a business model of holding this type of asset for contractual cash flow. എന്തിനു വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ കിട്ടാൻ. ആൻഡ് സെല്ലിങ് ഇറ്റ് ഇഫ് സർക്യൂംസ്റ്റൻസസ് ആർ ഫേവറബിൾ. ഒരു അവസരം കിട്ടിയാൽ വിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സെല് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ട്, ക്യാഷ് ഫ്ലോ കിട്ടാനുള്ള ഇന്റൻഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് മെത്തേഡ് വഴിയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? അമോർട്ടൈസർ ആണോ, ഫെയർ വാല്യൂ ത്രൂ P&L ആണോ, ഫെയർ വാല്യൂ ത്രൂ OCI ആണോ? ഇറ്റ്സ് ഫെയർ വാല്യൂ ത്രൂ പറഞ്ഞോ, കറക്റ്റ് ആണ്. ഫെയർ വാല്യൂ ത്രൂ OCI. ഫെയർ വാല്യൂ ത്രൂ OCI. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? Today the asset has a fair value of 1,27,000 and amortized cost is 1,23,000. സോ SOFPയിൽ ഏത് amount ആണ് കാണിക്കേണ്ടത്? സോ ഞാനിത് എന്താ ഉണ്ടാവുക ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ലോൺ നോട്ട് ആയതുകൊണ്ട് സോ എന്ന് ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്ന 2 years ago അല്ലേ. സോ ഞാൻ ആദ്യം 2 years agoയിലോട്ട് പോവാം. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ ഞാൻ എന്ത് ചെയ്യാം? 1st January 2021 ഇത് എടുത്തതെന്ന് വിചാരിക്കുക, 2 years ago. അപ്പൊ എന്തായിരിക്കും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ റെക്കഗ്നൈസ് ചെയ്തത് ഇതായിരിക്കും: ഡെബിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് ലോൺ. എത്ര കിട്ടാനുണ്ട്? 1,20,000. ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ നമ്മള്. സോ 1,20,000. ഓക്കെ ആണോ? ദെൻ ഇവിടെ ഒരു ടേബിള് ഉണ്ടാക്കുകയാണ്. അത് ഒരു അമോർട്ടൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അമോർട്ടൈസേഷനും കൂടെ ഇതിൽ വരും, ലോൺ നോട്ട് ആയതുകൊണ്ടേ. കാരണം ലോണുകൾ എപ്പോഴും നമ്മൾ അമോർട്ടൈസർ മെത്തേഡ് വഴിയാണ് റെക്കഗ്നൈസ് ചെയ്യാറ്. സോ ഇതിൽ ഇനീഷ്യലി നമ്മൾ എത്രയാണ്? 1,20,000 ആണ് ഇനീഷ്യൽ വാല്യൂ. ആൻഡ് ലോൺസ് പേസ് ഇൻട്രസ്റ്റ് ആനുവലി 6% ആണ് ഫേസ് വാല്യൂ. ഓക്കെ, ഫേസ് വാല്യൂ ഈസ് 6% ആവുന്ന സമയത്ത് 1,20,000 into 6%. ഞാനൊരു എക്സൽ എടുക്കാം കേട്ടോ. സോ ദാറ്റ് വിൽ ബി മോർ ഗുഡ്. So question number 2. So initial value date ഏതായിരുന്നു? 1st January 21. 1st January 21 ഇനീഷ്യൽ വാല്യൂ ഉണ്ടായിരുന്നത് 1,20,000. സോ ഇവിടെ കൂപ്പൺ വാല്യൂ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തന്നിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ അത് എന്തെടുക്കുകയാണ്? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് തൽക്കാലം 0 എടുക്കുകയാണ്. അത് വരുന്ന കണക്കുലേഷൻ നമ്മൾ ചെയ്യും 0. ആൻഡ് നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ്
റിസീവ്ഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് എത്രയാണ്? 6% ആണ്. സോ 1,20,000 6%, 7,200. ഓക്കെ, സോ 7,200. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1,25,000 ആണ് ഇപ്പൊ അതിന്റെ ക്യാരിങ് എമൗണ്ട്. എത്രയാണ്? 1,25,000 ആണ്. ആൻഡ് amortized cost is 1 lakh. Okay. So interest, the loan pay interest annually to 6% of the loan's face value. Okay. അതായത് ഇവിടെ ഉണ്ടാവുന്ന എന്താണെന്ന് അറിയാമോ മക്കളെ? അതായത് ഇത് 1,20,000 എന്ന് പറയുന്നത് നമ്മുടെ ലോൺ നമ്മൾ വാങ്ങിയ എമൗണ്ട് ഇസ് എ ബൈ. ഓക്കെ, ദിസ് ഇസ് ദ ബൈ എമൗണ്ട്. ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് പറയാം. ഇതിന് എന്ത് പറയാം? ഡിസ്കൗണ്ടഡ് പ്രൈസ്. പക്ഷെ ഇതിന്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 1,25,000 ആണ്. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനർത്ഥം നിങ്ങൾ ഈ ലോൺ ഇപ്പൊ എത്ര രൂപയ്ക്ക് മേടിക്കും? ഈ ലോൺ നിങ്ങൾ മേടിക്കുക, ഈ ലോൺ നിങ്ങൾ ബൈ ചെയ്യുന്നത് 1,20,000 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ലോൺ എത്ര കൊല്ലത്തെ ലോണാണ്? ലോണിന്റെ ടൈം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ ലോണിന്റെ ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ നിങ്ങൾക്ക് 1,25,000 ആണ് കിട്ടുക. മനസ്സിലായോ? അതായത് ഇത് 1,25,000 ലോൺ ആണ് ശരിക്കും. പക്ഷെ നിങ്ങൾ എത്ര രൂപ കൊടുത്ത് മേടിച്ചതാണ്? 1,20,000 കൊടുത്ത് മേടിച്ചതാണ് എന്നാണ് ഇതിനർത്ഥം. ഓക്കെ ആണോ? സോ ഇതിന്റെ ഇനീഷ്യൽ വാല്യൂ വിൽ ബി 1,25,000. ഓക്കെ, സോ ഇൻട്രസ്റ്റ് 7,500 വരും. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ ഇവിടെ ലാബിലിറ്റി എത്രയുണ്ട്? ലാബിലിറ്റി 1,32,500 ഉണ്ട്. ഓക്കെ ആണോ? 1,32,500 ഉണ്ട്. സോ ഇതിൽ ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞുതരാം അങ്ങോട്ട് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എത്ര വരും എന്നുള്ളത്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞുതരാവേ. 1,20,25,000. അപ്പോൾ എക്സ്ട്രാ 5,000 ആണ് പേ ചെയ്യുന്നത്. സോ 5,000 for 1,20,000, 4% എക്സ്ട്രാ വരും. സോ 4% ആവുന്ന സമയത്ത് 10% ഇടാം. ഓക്കെ, സോ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് വിൽ ബി ഇൻറ്റു 10 ആൻഡ് 6% ആണ് ഇത് കിട്ടുന്നത്. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് 7,500. എന്നാലും ഇതങ്ങ് മാച്ച് ആവുന്നില്ലല്ലോ. 28,000. ഓക്കെ, സംഭവമൊന്നുമില്ല. ഇവിടുത്തെ ആൻസർ ഇത്രേ ഉള്ളൂ. അതാണ് ഫുൾ ഡീറ്റെയിൽസ് ഇവർ തരാത്തത്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്ത് കാണിച്ചു തരാനും പറ്റില്ല. വാട്ടെവർ. സോ ഇവിടെ ഇപ്പൊ ക്യാരിങ് എമൗണ്ട് ഉള്ളത് എത്രയാണ്? 1,23,000 ആണ്. ഓക്കെ, എത്രയാണ്? 1,23,000 ആണ്. സോ ഈ 1,23,000 ഇപ്പോഴത്തെ ഫെയർ വാല്യൂ, അതായത് ആഫ്റ്റർ 2 ഇയർ അല്ലെങ്കിൽ ഇന്ന് ഇതിന്റെ ക്യാരിങ് എമൗണ്ട് ഉള്ളത് 1,23,000 ആണ്. നമ്മുടെ PPA ഒക്കെ പഠിക്കുമ്പോൾ അറിയാലോ, ഫെയർ വാല്യൂ ഉള്ളത് എത്രയാണ്? 1,27,000 ആണ്. ദാറ്റ് മീൻസ് ഫെയർ വാല്യൂ എത്ര ഇൻക്രീസ്ഡ് ആണ്? 2,000, 3,000 ആകുമ്പോൾ 4,000 ഇൻക്രീസ്ഡ് ആണ് അല്ലെ? മൈ മിസ്റ്റേക്ക്, 4,000 ഇൻക്രീസ്ഡ് ആണ്. സോ ഈ ഇൻക്രീസ് എങ്ങനെ കാണിക്കും? അസറ്റിന് ഇൻക്രീസ് ചെയ്യണം. ഡെബിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് 4,000. എന്ത് ക്രെഡിറ്റ് ചെയ്യും? ഇത് ഫെയർ വാല്യൂ ത്രൂ OCI അല്ല. അപ്പോൾ OCI നമ്മൾ 4,000 റെക്കഗ്നൈസ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഫിനാൻഷ്യൽ പൊസിഷനിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ അസറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 1,23,000 കൂടെ എത്രയും കൂടെ ആഡ് ആയി? 4,000 കൂടെ ആഡ് ആയി. ഇപ്പോൾ 1,27,000 ആയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് എക്സ്പ്ലെയിൻ ദ അമൗണ്ട് എത്രയാണ്? 1,27,000. ക്ലിയർ ആണോ? നമ്മൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ലാബിലിറ്റി അല്ലെങ്കിൽ അസറ്റ് വരുന്ന സമയത്ത് വരും. ഡോണ്ട് വെറി. ഓക്കെ, ലാബിലിറ്റിയിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അടുത്തൊരു ടൈപ്പ് ഓഫ് ഇതാണ് നമ്മൾ വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് വരുന്ന സമയത്ത് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആർ മെഷേർഡ് അറ്റ് എയ്തർ ഫെയർ വാല്യൂ ത്രൂ P&L ഓർ ഫെയർ വാല്യൂ ത്രൂ OCI. സോ ഡേ ട്രേഡിംഗ് ആണെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ P&L ആയിരിക്കും. അല്ല നിങ്ങൾ കുറച്ച് കാലത്തോട്ട്, അതായത് ഡിവിഡൻഡ് ഒക്കെ കിട്ടണം, ക്യാഷ് ഫ്ലോ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട്, പിന്നെ നല്ല വില കിട്ടുമ്പോൾ വിൽക്കണം എന്നാണെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ OCI. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഒരു ഫെയർ വാല്യൂ ത്രൂ OCIയിലാണ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫെയർ വാല്യൂ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ആ ഗെയിൻ ഓർ ലോസ് എവിടെയായിരിക്കും ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? OCIയിലാണ്. ഈ ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? OCIയിൽ നിന്ന് റിട്ടേൺഡ് ഏർണിംഗ്സിലോട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസിലോട്ട് നമ്മളത് റെക്കഗ്നൈസ് ചെയ്യണം.
സോ ഇവിടെ ഉണ്ട്, കറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐറ്റംസ് റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഒന്നാമത്തത് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ എവിടെ കാണിക്കണം? നമ്മൾ അതിന്റെ ജേർണൽ എൻട്രി ഞാൻ പറഞ്ഞുതരാം. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് വെച്ച് പി ആൻഡ് എല്ലിൽ കാണിക്കും. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇൻകം കാണിക്കും. അതുപോലെ തന്നെ ഫെയർ വാല്യൂ ത്രൂ പി ആൻഡ് എല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ അതിന്റെ ഗെയിൻ ഓർ ലോസ് എല്ലാം നമ്മൾ എവിടെ കാണിക്കും? SOPL ആണ് കാണിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റുകൾ ഡീറെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫെയർ വാല്യൂ ത്രൂ OCIയിൽ റെക്കഗ്നൈസ് ചെയ്തൊക്കെ ആണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എങ്ങോട്ട് അടിക്കണം? ഫെയർ വാല്യൂ ത്രൂ പി ആൻഡ് എല്ലോട്ട് തിരിച്ച് കൊണ്ടുവരണം. ഓൺ ദ ഡീറെക്കഗ്നേഷൻ ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഫെയർ വാല്യൂ ത്രൂ OCI ക്യുമുലേറ്റീവ് അമൗണ്ട്സ് ഇൻ OCI എങ്ങോട്ട് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു? പി ആൻഡ് എല്ലോട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് പി ആൻഡ് എൽ നമ്മൾ കാണിക്കുക. OCIയിൽ എന്തൊക്കെ വരും? ഗെയിൻ ഓർ ലോസ് ഓൺ ഫിനാൻഷ്യൽ അസറ്റ് മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂ ത്രൂ OCI. ഫെയർ വാല്യൂ ത്രൂ OCIയിൽ റെക്കഗ്നൈസ് ചെയ്ത അസറ്റിന്റെ ഫെയർ വാല്യൂ ചേഞ്ച് OCIയിലോട്ട് വരും. ഓക്കെ, ദെൻ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് നോ റീക്ലാസിഫിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂ. ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ കാണിച്ചേക്കുന്ന ഫെയർ വാല്യൂ ത്രൂ OCIയിലോട്ടാണെങ്കിൽ അതിനെ വീണ്ടും ഫെയർ വാല്യൂ അതിനെ പി ആൻഡ് എല്ലോട്ട് ആക്കേണ്ട ആവശ്യമില്ല. അത് എങ്ങോട്ടാക്കിയാൽ മതി? റിട്ടേൺഡ് ഏർണിംഗ്സ് അല്ലെങ്കിൽ ഇക്വിറ്റിയിലോട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. How the bond will be accounted for over 3-year period if Bland plan to hold the bond until the redemption date? The redemption date എന്ന് പറയുന്നത് മെച്യൂരിറ്റി വരെ. അതായത് ഇതിന്റെ ഇന്റൻഷൻ എന്താ? മെച്യൂരിറ്റി വരെ അല്ലെങ്കിൽ ലോൺ കസ്റ്റമർ റീപേ ചെയ്യുന്ന വരെ നമ്മളത് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അതിനർത്ഥം എന്താണ്? പ്യുവർ ക്യാഷ് ഫ്ലോ. പ്യുവർ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ്, അങ്ങനെയാണ് ഓർമ്മ വരേണ്ടത്. Then Bland may sell the bond if the possibility of an investment with a higher return ആണെങ്കിൽ ചിലപ്പോൾ വിൽക്കും. ചിലപ്പോൾ വിൽക്കുമെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ OCI. Got it? സോ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഇവിടെ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. On 1st January 20XY, B bought a 10,000 6% bond for 9,000. നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Bland bought a 10,000 6% bond for 9,000. എന്താ അതിനർത്ഥം? 10,000 നോമിനൽ വാല്യൂ ഉള്ള 6% ഇൻട്രസ്റ്റ് കിട്ടുന്ന ബോണ്ട് എത്ര രൂപയ്ക്ക് മേടിച്ചു? 9,000 മേടിച്ചു. ഡിസ്കൗണ്ടഡ് പ്രൈസിന് മേടിച്ചു. ഇൻകോറിംഗ് അക്വിസിഷൻ കോസ്റ്റ് ഓഫ് 144. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ട് 144. ഇൻട്രസ്റ്റ് ഈസ് റിസീവ്ഡ് ആനുവലി ഇൻ അരിയേഴ്സ് ആൻഡ് ദ ബോണ്ട് വിൽ ബി റിഡീംഡ് അറ്റ് എ പ്രീമിയം ഓഫ് 500. എത്ര രൂപ എക്സ്ട്രാക്ക് മേടിക്കും? 10,500 തിരിച്ചു മേടിക്കുന്നത്. ഓവർ ഇറ്റ്സ് നോമിനൽ വാല്യൂ ഓൺ 31st December 2007. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് 5 6 7 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താവുന്നത്? നിങ്ങൾ ആ ഒരു റിഡംഷൻ ഡേറ്റ് വരുന്നത്. ദ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് 11% ആൻഡ് കൂപ്പൺ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു 6% തന്നിട്ടുണ്ടായിരുന്നു. സോ ഫെയർ വാല്യൂസും തന്നിട്ടുണ്ട്. സോ ഞാൻ ഇത് ചെയ്ത് നോക്കിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ 3 ഡീറ്റെയിൽസ് മൊത്തം ഉണ്ട്. സോ അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് നമുക്കറിയാം. അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ആണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നിങ്ങൾ പറഞ്ഞു തന്നു. അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ്. അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ, അത് മനസ്സിലായി കഴിഞ്ഞാൽ സെറ്റാണ്. സോ എന്നാ ഇവര് പർച്ചേസ് ചെയ്യുന്നത്? ഡേറ്റ് 1st January 20X1. ശരിയാണോ? അല്ല 20X5 അല്ലേ? 20X5. സോ 1st January 20X5 നിങ്ങൾ ഇത് കാണിക്കാൻ പോകുന്ന ക്യാരിയിങ് അമൗണ്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ അമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും പറഞ്ഞേ? 9,000 കാണിക്കോ 10,000 കാണിക്കോ? പറഞ്ഞോക്കളെ. 10,000 കാണിക്കോ 9,000 കാണിക്കോ? നിങ്ങൾ കാണിക്കുന്നത് 9,000-നല്ലേ നിങ്ങൾ ബൈ ചെയ്തേ. എത്രയാണ് ബൈ ചെയ്തേ? 9,000-നാണ് ബൈ ചെയ്തത്. സോ നിങ്ങൾ 9,000 കാണിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞേ. അമോർട്ടൈസ്ഡ് ആൻഡ് ഫെയർ വാല്യൂ ത്രൂ OCI ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ 9,000 പ്ലസ് 144. ഓക്കെ ആണോ? ഇങ്ങനെയാണ് കേട്ടോ. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള ചെയ്യില്ല. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ അത് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ ഇവിടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇത് കറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ അമോർട്ടൈസ്ഡ് ഫെയർ വാല്യൂ. ഇവിടെ രണ്ട് മെത്തേഡ് നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യും. ഫെയർ വാല്യൂ ത്രൂ OCIയും ചെയ്യും. ആൻഡ് നമ്മുടെ പറഞ്ഞേ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് നമ്മളിവിടെ കവർ ചെയ്യും. സോ ഇനീഷ്യൽ അമൗണ്ട് എന്ന് പറയുന്നത് 9,144. എങ്ങനെ 9,144 കിട്ടിയത്? നമ്മൾ വാങ്ങിയത് 9,000 ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് 144. ഓക്കെ ആണോ? അപ്പോ ഇതിന്റെ ജേർണൽ എൻട്രി ഞാൻ ഇവിടെ എഴുതട്ടെ. എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരിക? ഡെബിറ്റ് ഫിനാൻഷ്യൽ അസറ്റ്
എത്രയാ 9144. എന്ത് ക്രെഡിറ്റ് ചെയ്യും? ക്രെഡിറ്റ് ക്യാഷ്. എത്ര വരും? 9144 ട്രാൻസാക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ 9000 നമ്മൾ കൊടുത്തതും കൂടെ എത്ര എമൗണ്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ ആണോ? സോ ജേണൽ എൻട്രി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. സോ ഇനി ഇതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യും? പറഞ്ഞേ, ഇതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യും? ഇതിന്റെ കൂടെ നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു. എത്ര എഫക്റ്റീവ് ഇൻട്രസ്റ്റ് വരും? എത്രയാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്? പറഞ്ഞേ, എഫക്റ്റീവ് ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് എത്രയാ? പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 11%. എത്രയാണ്? 11%. സോ ഈക്വൽ ടു 9144 ഇൻറ്റു 11%. സോ 1005 ആയിരിക്കും എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. എന്നിട്ട് എന്ത് ലെസ് ചെയ്യണം? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. എത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവർ തരുന്നേ? 6% ആയിരിക്കും. ഏതിന്റെ 6%? 9000 ആണോ? അല്ല, 10,000 ആണ് നോമിനൽ വാല്യൂ. സോ 10,000 6%. സോ ഈക്വൽ ടു 10,000 ഇൻറ്റു 6%. എത്ര വരും? 600. എല്ലാ കൊല്ലവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന എത്ര തന്നെയായിരിക്കും? 600 തന്നെയായിരിക്കും. ക്ലിയർ ആണോ? സോ ലെസ് ആണ്, മൈനസ് കൊടുക്കുക. അങ്ങനെ 20x5ന്റെ എൻഡ് വരുന്ന സമയത്ത്, അതായത് 31st ഡിസംബർ 20x5 വരുന്ന സമയത്ത്, ഞാൻ തൽക്കാലം ഇത് ഇങ്ങോട്ട് ഇടാം കേട്ടോ. സ്റ്റാർട്ടിങ് 9144 31st ഡിസംബർ ആവുന്ന സമയത്ത് എത്രയായിരിക്കും നിങ്ങളുടെ എമൗണ്ട് എന്ന് പറയുന്നത്? ലാബിലിറ്റി എത്രയും? 9114ന്റെ കൂടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഇത്രയും, അതിലോട്ട് ലാബിലിറ്റി എത്ര കിട്ടിയേ? 600. സോ ക്ലോസിംഗ് എത്രയായിരിക്കും? 9549 ആയിരിക്കും ക്ലോസിംഗ്. എന്നിട്ട് 1st ജാനുവരി 20x6 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, x6 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഏതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്? ഇതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. അതിനോട് നമ്മൾ എന്താ ആഡ് ചെയ്യും? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും, 1015. ഓക്കെ ആണോ? പക്ഷെ നമുക്കുള്ള ഇത് എന്തുതന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, എപ്പോഴും 600 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇതിൽ മാറ്റമൊന്നുമില്ല, 600. അങ്ങനെ നമ്മുടെ സം എത്രയായി മാറും? 10,000 ആയി. നമ്മുടെ അസറ്റിന്റെ വാല്യൂ എത്രയായി? 10,000 ആയി. ഇത് ഏതാ ഡേറ്റ്? 31st ഡിസംബർ 20x5 x6 അല്ല, 31st ഡിസംബർ 20x6 ആകുമ്പോൾ നമ്മുടെ വാല്യൂ ഇത്രയായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ 1st ജാനുവരിയിൽ 9144 കളർ കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇയർ എൻഡ് ആകുമ്പോൾ ഇത്രയായിരിക്കും എമൗണ്ട്. അങ്ങനെ എമൗണ്ട് ആവാനുള്ള കാരണം എന്താണ്? ഇതിന്റെ ഇടയിലുള്ള 2 ട്രാൻസാക്ഷൻസ്. ഗോട്ട് ഇറ്റ്? ഇനിയോ കഴിഞ്ഞില്ല, 3 കൊല്ലം ഉണ്ടല്ല. 3 കൊല്ലം ആകുമ്പോഴോ 3 കൊല്ലത്തെയും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ ദ അക്കൗണ്ട്സ് വിൽ ബി. സോ മൂന്നാമത്തെ കൊല്ലം 1st ജാനുവരി 20x7 എത്രയായിരിക്കും ക്യാരിങ് എമൗണ്ട്? 10,000. എത്ര ഇൻട്രസ്റ്റ് വരും? 10,000 ഇൻറ്റു 11%. ഓക്കെ, ഇത് സെയിം തന്നെ ആയിരിക്കും. Then the total will be 10,500. ഓക്കെ ആണോ? ഏതാ ഡേറ്റ്? 31st ഡിസംബർ 20x7. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം നോക്കിയേ. സോറി, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നമ്മുടെ ലോണിന്റെ ലോണ് 10,000 ആയിരുന്നു, ശരിയല്ലേ? ലോണിന്റെ അവസാനം 500 കൂടെ പ്രീമിയം കൊടുക്കുമെന്നാ പറഞ്ഞു. 10,500 കൊടുക്കുമെന്നാ പറഞ്ഞേ. നമ്മുടെ ഈ കാൽക്കുലേഷനിൽ കണ്ടോ, അവസാനമായപ്പോഴേക്കും 10,500 എത്തി. 0.4 റൗണ്ടിങ് ഡിഫറൻസ് ആണെന്ന് വെക്കാം, 10,500 എത്തി. മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ ഈ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇത്രയും റെക്കഗ്നൈസ് ചെയ്തല്ലോ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇത് ഇങ്ങോട്ട് ഇടാം. സോ ഇനീഷ്യലി നമ്മൾ ഇതായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്നിട്ട് സെക്കൻഡ് പീരീഡിൽ നമ്മൾ എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഡെബിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് 1000 5.4 എന്ത് ക്രെഡിറ്റ് ചെയ്യും? ക്രെഡിറ്റ് എന്ത് ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം, SOPL ഇൻട്രസ്റ്റ് ഇൻകം കാണിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ്ടായേ?
നമ്മുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റി കൂടി, ഫിനാൻഷ്യൽ അസറ്റ് കൂടി, ശരിയാണോ? 10,500 കൂടി ഇതുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ് കൂടി. ആൻഡ് അടുത്ത കൊല്ലം വീണ്ടും എന്ത് വരും? ഒരു 600 വരും. 600 റിസീവ്ഡ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. സോ ഡെബിറ്റ് ക്യാഷ് കിട്ടി. ഡെബിറ്റ് ക്യാഷ് 600 എന്ത് ക്രെഡിറ്റ് ചെയ്യും? ക്രെഡിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് 600. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇവിടെ എന്താ ഉണ്ടായേ? നിങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കിയേ. ഫിനാൻഷ്യൽ ലാബിലിറ്റി ആദ്യം എത്ര ഉണ്ടായിരുന്നു? ഫിനാൻഷ്യൽ ലാബിലിറ്റി ആദ്യം 9014 ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ എത്ര ആഡ് ആവുന്നു? 1005 ആഡ് ആവുന്നു. പിന്നെ അതിന് എന്ത് മൈനസ് ആവുന്നു? 600 മൈനസ് ആവുന്നു. അങ്ങനെ ആ കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ് എത്രയിലോട്ട് എത്തുന്നു? 9549 എത്തുന്നു. ക്ലിയർ ആണോ? ക്ലിയർ? ഇതാണ് ഈ കൊല്ലത്തെ ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ്. ഫസ്റ്റ് ഇയർ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇതാണ് ഫസ്റ്റ് ഇയർ. ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം മക്കളെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. സോ ഇനി എന്ത് ചെയ്യും? ഈ ബാലൻസ് ആയിരിക്കും പിന്നീട് എങ്ങോട്ട് പോകുന്നേ? നമ്മൾ അടുത്ത കൊല്ലത്തോട്ട് പോകുന്നത്, ശരിയല്ലേ? ഓക്കെ. സോ ഈ ബാലൻസ് നേരെ എങ്ങോട്ട് പോകും? 1st January 20x6 വന്നു. ഓക്കെ. ദെൻ ഇവിടുന്ന് വീണ്ടും ഇതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ ജേണൽ എൻട്രി ഉണ്ടാവില്ല. ഇത് ഇനീഷ്യൽ റെക്കഗ്നിഷൻ ജേണൽ എൻട്രി ആണ്. ഈ രണ്ട് ജേണൽ എൻട്രി ഇവിടെ ഉണ്ടാവും. സോ ഡെബിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് 10,005 അല്ല, ഈ കൊല്ലത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് 1015.4824 ആണ്. സോ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. 10,015.84 10,015.4824. ഓക്കെ. ആൻഡ് ഇവിടെ പുട്ട് ചെയ്തിട്ടില്ല. 1005.4. ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും ക്യാഷ് വരും, ഫിനാൻഷ്യൽ അസറ്റ് കുറയും. അങ്ങനെ നമ്മുടെ ടോട്ടൽ എത്ര വരും? നമ്മുടെ ക്ലോസിംഗ് 10,000 ആവും. ഓക്കെ ആണോ? ഇതാണ് സെക്കൻഡ് ഇയറിൽ ഉണ്ടാവുന്ന പരിപാടി. ഓക്കെ. സെക്കൻഡ് ഇയർ. ഇത് ഫസ്റ്റ് ഇയർ. ഓക്കെ. ദെൻ തേർഡ് ഇയർ ആകുമ്പോൾ എന്തുണ്ടാവുക നോക്കാം. തേർഡ് ഇയർ ആകുമ്പോൾ വീണ്ടും ഓപ്പണിംഗ് ബാലൻസ് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. ഓക്കെ. എന്നിട്ട് ഫിനാൻഷ്യൽ അസറ്റ് കൂട്ടും. എത്ര വരുന്നത്? 10,100 1,035 റൗണ്ട് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ. രണ്ട് ഡെസിമലിലോട്ട് എപ്പോഴും റൗണ്ട് ചെയ്യാം കേട്ടോ. 0.035 ആൻഡ് ക്യാഷ് 600 കുറയും. അങ്ങനെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് 10,500 ആവും. ഓക്കെ ആണോ? ഇനി ഈ ഒരു പീരീഡിൽ ഇവിടെ എന്ത് ചെയ്യാണ്? കസ്റ്റമർ വന്നിട്ട് നമുക്ക് പേ ചെയ്യാണ്, അല്ലെങ്കിൽ ലോൺ എടുത്ത ആൾ നമുക്ക് കസ്റ്റമർ പേ ചെയ്യാണ്. കസ്റ്റമർ പേ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പേ ചെയ്യും? 10,500 പേ ചെയ്യും. സോ ഡെബിറ്റ് ക്യാഷ് 10,500 പേ ചെയ്യുന്നു.
ക്രെഡിറ്റ് എന്ത് ക്രെഡിറ്റ് ചെയ്യും? എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ ഒഴിവാക്കും. ഫിനാൻഷ്യൽ അസറ്റിൽ ഇപ്പൊ എത്ര കിടക്കുന്നുണ്ട്? 10,500 കിടക്കുന്നുണ്ട്. സോ അങ്ങനെ ഫിനാൻഷ്യൽ അസറ്റ് ടോട്ടലി ക്ലോസ് ആവും. ഓക്കെ, സെറ്റ് ആണോ? ഇതാണ് മൂന്നാമത്തെ പീരീഡ്. മൂന്നാമത്തെ പീരീഡ്. സെറ്റ് ആണോ മക്കളെ? ഇനി ഇത് എങ്ങോട്ടും പോകില്ല കേട്ടോ. ഓക്കെ, ഈ എമൗണ്ട് ഇവിടെ പെയ്ഡ് ആവും. ഇവിടെ നിന്നാണ് അവർ ബൈ ചെയ്തത് അല്ലേ? സോ ഇത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു ഹൈലൈറ്റ്, കുറച്ച് ഡാർക്ക് ഹൈലൈറ്റിൽ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അവർ ബൈ ചെയ്യുന്നു, ഇവിടെ അവിടെ സെല്ല് അല്ലെങ്കിൽ അവർ ആ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഒഴിവാക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? ഇതിൽ വരുമ്പോൾ അമോർട്ടൈസ്ഡ് മെത്തേഡിൽ വരുമ്പോൾ. ഇനി അടുത്ത് നോക്കിയാലോ. അടുത്ത ഏതാ? ബിയിലാണ് അവർ ഇനീഷ്യലി തന്നെ വിചാരിക്കുകയാണിത് സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഫെയർ വാല്യൂ ത്രൂ OCI ആയിരിക്കും. സോ ഫെയർ വാല്യൂ ത്രൂ OCI വരുന്ന സമയത്ത് ഇതിനൊന്നും വ്യത്യാസമില്ല. ശ്രദ്ധിച്ചോ, ഞാൻ ഇങ്ങോട്ട് കൺട്രോൾ V കൊടുക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചോ. സോ ഇനീഷ്യലി 9,144 ഞാൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, ഇൻക്ലൂഡിങ് ഇത്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് 10,005 വരും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 600 വരും. ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എത്രയാണ് വരുന്നത്? 9,459 ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോ, ഞാൻ ഈ കോളത്തിന്റെ ഇവിടെ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ഒരു കോളം കൂടെ ആഡ് ചെയ്യണം. ശ്രദ്ധിച്ചു കേട്ടോ. അയ്യോ, കോപ്പി പേസ്റ്റ് അല്ലേ ചെയ്തേ, കോപ്പി പേസ്റ്റ് ചെയ്യണ്ടേ. കൺട്രോൾ C, കൺട്രോൾ V, B, ഫെയർ വാല്യൂ ത്രൂ OCI. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഞാൻ ഇവിടെ ഒരു കോളം കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ പേരാണ് ഫെയർ വാല്യൂ. ഓക്കെ, ഈ കൊല്ലം ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ടാവുക? 9,549 ആണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഫെയർ വാല്യൂ ചേഞ്ച് ഇല്ലേ? ഫെയർ വാല്യൂ എത്രയുള്ളത്? 11,000 ഉള്ളത്. ക്യാരിങ് എമൗണ്ട് എത്രയുള്ളത്? 9,549 ആണുള്ളത്. പക്ഷെ നമ്മുടെ ഇത് എത്രയുള്ളത്? നമ്മുടെ ക്ലോസിംഗ് എത്രയുള്ളത്? പറഞ്ഞേ, ക്ലോസിംഗ് എത്രയുള്ളത്? ക്ലോസിംഗ് ഉള്ളത് എത്രയാണ്? ഫെയർ വാല്യൂ എത്രയാണുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 11,000. സോ ഇവിടെ നമ്മൾ 11,000 ആയിരിക്കും നമ്മൾ എവിടെ കാണിക്കുന്നത്? SOFP കാണിക്കുന്നത്. എങ്ങനെ കാണിക്കും? ഡെബിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് എത്ര ഇൻക്രീസ് ചെയ്യണം? എന്ന് പറഞ്ഞേ. ഫെയർ വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 11,000. ഫെയർ വാല്യൂ 11,000 ആക്കണമെങ്കിൽ ഒരു കോളം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, എത്ര ചേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഗെയിൻ ഓർ ലോസ് ഉണ്ട്? ഗെയിൻ ഓർ ലോസ് എത്രയുണ്ട്? അതായത് 9,549 11,000 ആക്കേണ്ടത്. കാരണം ഫെയർ വാല്യൂലോട്ട് ആക്കണം. എപ്പോഴും PP അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരുന്നത്, ഫെയർ വാല്യൂലോട്ട് ആക്കണ്ടേ. സോ 11,000 ക്ലോസിംഗ് ബാലൻസ് 9,459 ആക്കണം. സോ 1,450 ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? ഡെബിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് 1,415 എന്ത് ക്രെഡിറ്റ് ചെയ്യും മക്കളെ? എന്ത് ക്രെഡിറ്റ് ചെയ്യണം? അത് ഏതാ മെത്തേഡ്? ഫെയർ വാല്യൂ ത്രൂ OCI ആണ്. സോ ക്രെഡിറ്റ് OCI 1,415. ഓക്കെ, പോയിന്റ് കൊടുക്കണമെങ്കിൽ 0.16 കൂടെ കൊടുക്കാം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരിക്കും? അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ് ഇതല്ല വരിക. ഏതാ വരിക?
11,000 ആണ് വരിക. ഓക്കെ, സോ അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ് മാറും. അടുത്ത കൊല്ലത്തെ ഞാൻ ഇവിടെ എല്ലാം കൊടുക്കാം കേട്ടോ. ഇതായിരിക്കും 11,000 ആണ് ഇവിടെ വരിക. ഓക്കെ, 11,000 ഇവിടെ വന്നാലും ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം ഉണ്ടാവില്ല, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായോ? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാനും പോകുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും എന്ത് ചെയ്യും, 11,000 ഇടും, 11,000 × 11 ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഇവിടെ എന്ത് വരൂല, ഇൻട്രസ്റ്റിന് പ്രത്യേകിച്ച് എന്ത് വരൂല, ചേഞ്ച് വരൂല. പറയുന്നത് മനസ്സിലായോ? സോ ഇവിടെ 1050 ആണുള്ളത്. 1050 ആണുള്ളത്. സോ അത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ഇവിടെ 1000 ആണ് ഉണ്ടായിരുന്നത്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓപ്പണിംഗ് എത്രയാണ് വരിക, 11,000 ആണ് വരിക. പക്ഷെ എന്ത് മാറൂല, ഇൻട്രസ്റ്റ് മാറൂല, 1050 തന്നെ ആയിരിക്കും. അതായത് 9,459 ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് ഇവിടെ എന്ത് വരിക, ഇൻട്രസ്റ്റ് വരിക കേട്ടോ. ഇതും ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സോ 11,450 വരും. 11,450 വരുമ്പോൾ അടുത്ത കൊല്ലത്തെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 10,400. എത്രയാ, 10,400. ശരിയല്ലേ? സോ 11,000 10,400 എത്തിക്കണം. എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ, എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്. ഈക്വൽ ടു 10,400 മൈനസ് 1,050 നഷ്ടം വന്നു. അപ്പൊ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ഡെബിറ്റ് OCI 10,015.48 എന്ത് ക്രെഡിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് 1,015.48. ഓക്കെ ആണോ? ദെൻ അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് എത്രയായിരിക്കും, 10,014 ആയിരിക്കും. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, 10,014 ആയിരിക്കും അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഗെയിൻ ഓർ ലോസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10,400 ആയിരിക്കും. പക്ഷേ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഇതിന്റെ പുറത്ത് തന്നെ ഉള്ളതായിരിക്കും. ദെൻ ഇതും മാറ്റമില്ല, നമ്മുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും മാറ്റമില്ല. അങ്ങനെ ക്ലോസിംഗ് എത്രയാവും, 10,900 ആവും. ഓക്കെ, 10,900 ആണ്. പക്ഷെ നമുക്ക് എത്ര കിട്ടുള്ളൂ, 10,500 അല്ലേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് നമുക്ക് അവിടെ എന്ത് വരും, ഡെബിറ്റ് ക്യാഷ് 10,500, ക്രെഡിറ്റ് ഇവിടെ ചെറിയ ചേഞ്ച് വരും. ഫിനാൻഷ്യൽ അസറ്റ് ഇപ്പൊ എത്രയുള്ളത്, 10,900 ആണുള്ളത്. ബാക്കിയോ, ബാക്കി ഡെബിറ്റ് OCIയിലോട്ട് എത്ര കാണിക്കണം, ആ 400 കാണിച്ചാൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് വരിക. ഇനി നോക്കിക്കോ, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. OCI അക്കൗണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. OCI അക്കൗണ്ടിലോട്ട് ആദ്യം എത്ര വന്നു, 1,450 വന്നു. ശരിയാണോ, 1,450 വന്നു. എന്നിട്ട് ഇവിടുന്ന് എത്ര പോയി, 1,050 പോയി. അപ്പൊ OCIയിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നു, OCIയിൽ 399 അല്ലെങ്കിൽ 400 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ആ 400 രൂപ എവിടുന്ന് പോയി, ഇവിടെ പോയി. ശരിയല്ലേ? അങ്ങനെ നമ്മുടെ OCIന്റെ ബാലൻസ് എത്രയായിട്ട് മാറി, 0 ആയിട്ട് മാറി. OCIന്റെ ബാലൻസ് എത്രയായി, 0 ആയിട്ട് മാറി. OCIയും 0 ആയി. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ് ആയിരുന്നെങ്കിലും, ഫിനാൻഷ്യൽ അസറ്റ് ആദ്യം എത്ര ഉണ്ടായിരുന്നു, ആദ്യം നമ്മുടെ 9,144 ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 10,005 വന്നു. അതിൽ നിന്ന് 600 പോയി. അതിന്ന്
600 പോയി, -600. ഓക്കെ, അങ്ങനെ ആദ്യത്തെ കൊല്ലം 9459 ആണ് ഉണ്ടായിരുന്നത്. അതിലോട്ട് ഇക്കൊല്ലത്തെ ഗെയിന് 1450 വരികയും അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ ലോസ് 1050 പോവുകയും അങ്ങനെ നമ്മുടെ ടോട്ടൽ ക്ലോസിംഗ് എത്രയായിരുന്നു ഇയർ എൻഡ് ആയപ്പോൾ? ഇയർ എൻഡ് ആയപ്പോൾ 1050യും പ്ലസ് ഈ കൊല്ലത്തെ ഇൻട്രസ്റ്റും അടുത്ത കൊല്ലത്തെ ഇൻട്രസ്റ്റും ഈ കൊല്ലത്തെ കിട്ടിയ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക, ഈ കഴിഞ്ഞ കൊല്ലത്തെയും ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നു. സോ 9459 ആയിരുന്നു. അതിൻ്റെ കൂടെ 1450 വന്നു, പ്ലസ് എന്തൊക്കെ വന്നു? 1450ന്റെ കൂടെ ഈ കൊല്ലത്തെ ഇൻട്രസ്റ്റ് ആൻഡ് ആ കൊല്ലം ഇൻട്രസ്റ്റ് പോയി. അങ്ങനെ നമ്മുടെ എമൗണ്ട് ടോട്ടല് 12,000 അല്ലല്ലോ വരണ്ടേ, 9,459. ഓക്കെ, അതിൻ്റെ കൂടെ 1415 ഇൻട്രസ്റ്റ് ഗെയിൻ വന്നു. ആൻഡ് ഓക്കെ, ദെൻ അതൊന്ന് 1650. ഓക്കെ ഓക്കെ, സോ ക്ലോസിങ് 11,450 വന്നു. അതിൻ്റെ കൂടെ ലോസ് 1050 വന്നു. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് 11,100ഉം പിന്നെ ഈ കൊല്ലം കിട്ടിയ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് അങ്ങനെ നമ്മുടെ ടോട്ടൽ ബാലൻസ് എത്രയായിട്ട് ഇരിക്കുമായിരുന്നു? 10,900 ആയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ 10,900ലോട്ട് കസ്റ്റമർ എത്ര പേ ചെയ്യുള്ളൂ? 10,500 തരത്തുള്ളൂ. ബാക്കി അവിടെ എത്ര ബാലൻസ് ഉണ്ടാവും? ബാക്കി 10,000 നമുക്ക് ടോട്ടലി ഉണ്ടായിരുന്നത് 10,900 ആയിരുന്നു. പക്ഷെ അതിലോട്ട് കസ്റ്റമർ എത്ര തരുള്ളൂ? 10,500 തരുള്ളൂ. ബാക്കി നമുക്ക് എത്ര വേണം? 400 കൂടെ വേണം അല്ലെ? 400 എവിടുന്ന് അഡ്ജസ്റ്റ് ആവും? ഇവിടുന്ന് അഡ്ജസ്റ്റ് ആവും. ഓക്കെ, ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. കുറെ കളറും ഇത് ഉണ്ടെന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആണ്, സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ എഫേർട്ട് ഇടണം. കേട്ടല്ലോ? ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? സോ എല്ലാ കൊല്ലവും ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് നമ്മൾ OCയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 3. സോ ഇനി അടുത്തതിൽ നമുക്ക് ഇമ്പയർമെന്റ് പഠിക്കാം. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, നന്നായിട്ട് പഠിച്ചേ. ഇത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്യണം കേട്ടോ. ഈ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അടിപൊളിയായിട്ട് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡും അതുപോലെ തന്നെ ഫെയർ വാല്യൂ ത്രൂ OCI മെത്തേഡും ക്ലിയർ ആയിരിക്കും. ഇത് ഫെയർ വാല്യൂ ത്രൂ P&L ആണെങ്കിൽ, ഈ മെത്തേഡ് ഫെയർ വാല്യൂ ത്രൂ P&L ആയിരുന്നെങ്കിൽ ഇവിടെ ഈ 1450 OCയിലോട്ട് പോകുന്നതിന് പകരം എങ്ങോട്ട് പോകും? അതായത് ഇവിടെയും അതുപോലെ തന്നെ ഈ OCIന്റെ അവിടെയും ഞങ്ങൾ ഇത് SOPയിലോട്ട് കാണിക്കും. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, SOPL മെത്തേഡ് ആയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ കൺസെപ്റ്റ് സെറ്റ് ആയിരിക്കും. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? ഇത്ര വലുതായിട്ട് ചെയ്യാനൊന്നും വരത്തില്ല, പക്ഷെ ഡിഫറൻസ് എങ്ങോട്ട് പോകുമെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. അപ്പോൾ ഇതിന് കറക്റ്റ് അറിയാലോ. ഫുള്ളായിട്ട് അറിഞ്ഞാലല്ലേ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്തത് കേട്ടോ. സോ അടിപൊളിയായിട്ട് പഠിച്ച മക്കളെ. ബൈ.